Next problem, solve y double dash plus 2y dash minus 35y is equal to 12 e raised to 5x plus 37 5x. അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്താ? മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് അല്ലേ? മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ലീനിയർ ആണ്, കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസും ആണ്, നോൺ ഹോമോജീനിയസും ആണ് അല്ലേ? അപ്പം നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാമല്ലോ. എന്തായിരുന്നു ഈ മെത്തേഡ്? ഈ മെത്തേഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ സി ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ് ആണ്. ഇനി എന്താണ് വൈ സി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈ സി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരുന്നു ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുക? ഹോമോജീനിയസ് ആണെങ്കിൽ വൈ ഡബിൾ ഡാഷിന് എം സ്ക്വയറും വൈ ഡാഷിന് എമ്മും വൈക്ക് 1 കൊടുത്താൽ അത് എന്തായിക്കോളും? ഹോമോജീനിയസ് ആയിക്കോളും. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് റൂട്ട് കിട്ടി. m1 ഈസ് ഈക്വൽ ടു 5, m2 ഈസ് ഈക്വൽ ടു -7. ഇനി ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്ന റൂട്ട് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടും റിയൽ റൂട്ടും ആണെങ്കിൽ സൊല്യൂഷൻ എന്തായിരുന്നു? c1 e raised to m1x പ്ലസ് c2 e raised to m2x. ദാറ്റ് ഈസ് ഈക്വൽ ടു c1 e raised to 5x പ്ലസ് c2 e raised to -7x എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്താക്കി എടുക്കേണ്ടത്? വൈ സി ഓഫ് എക്സ് ആക്കി എടുക്കേണ്ടത്. ഇനി വൈ പി ഓഫ് എക്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മുടെ ചോദ്യത്തിലുള്ള ആർ ഓഫ് എക്സ് എടുക്കുക. എന്താണ് ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 e raised to 5x പ്ലസ് 37 sin 5x. ഇതാ. എന്നിട്ട് നമ്മളൊരു ബോക്സ് പഠിച്ചിട്ടുണ്ട്, ഒരു ടേബിൾ പഠിച്ചിട്ടില്ലേ? ഇതാ നമുക്ക് കിട്ടിയ ആർ ഓഫ് എക്സ് ഇതിൽ അതായത് ഏതൊരു ഫോർമാറ്റിലാണ് കിടക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, നടുക്ക് പ്ലസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇത് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത്. ഇവിടെ സെയിം സാധനമാണെങ്കിൽ സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ 12 e raised to 5x. ഇവിടെ നിങ്ങൾ നോക്ക്, k e raised to alpha x ആണ്. അപ്പം നമ്മുടെ എന്താ? 12 e raised to 5x അല്ലേ? ആൽഫ എക്സിന് പകരം നമ്മളതിൽ 5x കെക്ക് പകരം 12 ആണ്. അപ്പോൾ ഇതല്ലേ നമുക്ക് കിട്ടിയ ഫോർമാറ്റ്? നമ്മുടെ ആർ ഓഫ് എക്സിൻ്റെ ഫോർമാറ്റ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈ പി എന്ന് പറയുന്നത് സി ഇ റീസ് ടു ആൽഫ എക്സ് ആയിരിക്കും. ഇവിടെ നമ്മളതിൽ ആൽഫ എക്സിന് പകരം ആരാണ്? ഇ റീസ് ടു 5x ആണ്. അപ്പം 12നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. 12ൻ്റെ സ്ഥാനത്ത് എന്ത് വന്നാലും അത് മാറ്റി നിങ്ങൾ എന്താക്കണം? അവിടെ സി ആക്കണം. എന്നിട്ട് നമ്മുടെ ഇതിനകത്തുള്ള എക്സ്പൊണൻഷ്യൽ അതേപോലെ എഴുതി കൊടുക്കുക. അപ്പം ഇതിൻ്റെ വൈ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ഇ റീസ് ടു ആൽഫ എക്സ് ആയിരിക്കും ഇതിൻ്റെത്. അതായത് എന്ത് വരും? 12ന് പകരം എന്താക്കി കൊടുക്കുക? സി ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അതേപോലെ എഴുതാം, സി ഇ റീസ് ടു 5x. അപ്പം ഇതിൻ്റെ വൈ പി ആണിത്. നമുക്ക് മൊത്തത്തിൽ വൈ പി വേണം. സി ഇ റീസ് ടു 5x പ്ലസ് ഇനി ഇതിൻ്റെ വൈ പി കണ്ടുപിടിക്കണ്ടേ? 37 sin 5x. അപ്പം 37 sin 5x. ഇത് നോക്ക്, k cos ബീറ്റ എക്സ്. അതായത് കോസിൻ്റെത് വന്നാലും സൈനിൻ്റെത് വന്നാലും നമുക്ക് ഈ വൈ പി ചൂസ് ചെയ്യാം. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതല്ല. ഒന്നെങ്കിൽ കോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈൻ ആയിക്കോട്ടെ, ഏത് വന്നാലും നമുക്ക് ഇതായിരിക്കും നമ്മളെ വൈ പി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ വന്നത്? കെക്ക് പകരം 37 ആണ്. ഇനി ബീറ്റയ്ക്ക് പകരം ഇവിടെ എന്താണ്? 5 ആണ്. അപ്പോൾ വൈ പി എന്താ വരിക? കെ കോസ് ബീറ്റ എക്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 37 ഉണ്ട്. വൈ പി എഴുതുമ്പം ആ 37 ഉണ്ടാവില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വൈ പി എഴുതുമ്പോൾ എന്തുണ്ടാവില്ല? 37 ഉണ്ടാവില്ല. ഇവിടെ കെയും ഇവിടെ എമ്മും. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെയാണ്. ഇവിടെ കെയും ഇവിടെ എമ്മും ആയിരിക്കും. എന്നിട്ടോ ബീറ്റയ്ക്ക് പകരം ഇവിടെ 5 മാത്രമാക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ വൈ പി എന്ന് പറയുന്നത് എന്താ വരിക? കെ കോസ് 5x പ്ലസ് എം സൈൻ 5x എന്ന് വരും. ഇതാണ് നമ്മളെ വൈ പി എന്ന് പറയുന്നത്. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. മോഡിഫിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പം പോളിനോമിയൽ ആണെങ്കിൽ വേറെ മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പൊണൻഷ്യൽ ആണ് വരുന്നത്. അപ്പം ഇതിന് വേറെയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വൈ സി നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന വൈ സിയും ചോദ്യത്തിലുള്ള ആർ ഓഫ് എക്സും നോക്കണം. ചോദ്യത്തിലുള്ള ആർ ഓഫ് എക്സിൽ, അതായത് ചോദ്യത്തിലെ ആർ ഓഫ് എക്സിലുള്ള ഏതെങ്കിലും ഒരു ടേം റിപ്പീറ്റായിട്ട് വൈ സിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വൈ പിയിനോട് ഒരു എക്സ് ഇൻറ്റു ചെയ്യണം.
അതായത് ഒരു തവണയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ എക്സ് ഇൻറ്റു ചെയ്യുക, 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു ചെയ്യുക, 3 തവണ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എക്സ് ക്യൂബ് ഇൻറ്റു ചെയ്യുക. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിലെ ആർ ഓഫ് എക്സിൽ e⁵ ഉണ്ട്. ആ e⁵ നമ്മൾ കണ്ടുപിടിച്ച YC-യിൽ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു അല്ലേ? നമ്മൾ കണ്ടുപിടിച്ച YC-യിൽ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച YP ഉണ്ടല്ലോ, നമ്മൾ കണ്ടുപിടിച്ച YPനോട് ഒരു തവണ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് എന്ത് ഗുണിക്കണം? എക്സ് ഗുണിക്കണം. എവിടെയാണ് ഗുണിക്കേണ്ടത്? ഇവിടെ നിങ്ങൾ നോക്ക്, എന്താ ഇതല്ലേ e⁵ ആർ ഓഫ് എക്സിലുള്ള e⁵ ഇതാണ്, ഇതിൻ്റെ YP ആണ് ഇത്. അപ്പം അതിനോടാണ് എക്സ് ഗുണിക്കേണ്ടത്, അല്ലാണ്ട് മൊത്തത്തിൽ ഇതിനോട് ഗുണിക്കരുത്. ഇത് ഇതിൻ്റെതാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമ്മൾ YP എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് ഇൻറ്റു സി e⁵ പ്ലസ് കെ കോസ് 5x പ്ലസ് എം സൈൻ 5x എന്ന് വരും. മനസ്സിലായല്ലോ? നമ്മൾ ആർ ഓഫ് എക്സിൽ എപ്പോഴും നോട്ട് ചെയ്യണം, ഒരു ടേം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, നമ്മൾ കണ്ടുപിടിച്ച YC-യിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ ഒരു തവണയാണെങ്കിൽ YPനോട് എക്സ് ഗുണിക്കുക, 2 തവണയാണെങ്കിൽ എക്സ് സ്ക്വയർ ഗുണിക്കുക, 3 തവണയാണെങ്കിൽ എക്സ് ക്യൂബ് ഗുണിക്കുക. ഇതാണ് നമ്മുടെ മോഡിഫിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ YP കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് ഈ കോൺസ്റ്റൻസ് സി കെ എം ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? y" പ്ലസ് 2y' മൈനസ് 35y ഈസ് ഈക്വൽ ടു 12e⁵ പ്ലസ് 37 sin 5x. എന്നിട്ടോ ഇവിടെ വൈക്ക് പകരം നമ്മൾ എന്താക്കി കൊടുക്കുക? YP ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് YP" കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊടുക്കും. ഇനി ഞാൻ YP' കണ്ടുപിടിക്കുക, അതായത് YPനെ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ എക്സിൻ്റെ 2 ടേം വരുന്നത് കൊണ്ട് ഇത് ഡിഫറൻസിയേഷൻ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ഞാനിത് ഡിഫറൻസിയേഷൻ ചെയ്യാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, e⁵ ഡെറിവേറ്റീവ് എന്താ? 5e⁵ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഇനിയോ കോസ് 5x ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ 5x ഇൻറ്റു ഒരു 5ഉം കൂടി വരും അല്ലേ? ഈ കെ ആണ് ഇവിടെ എഴുതിയത്. പ്ലസ് എന്താണ് സൈൻ 5x ഡെറിവേറ്റീവ്? കോസ് 5x ഇൻറ്റു ഒരു 5ഉം കൂടി വരും. ഈ എം ഞാനിവിടെ എഴുതി. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? YP' ഈക്വൽ ടു 5cx e⁵ പ്ലസ് c e⁵ മൈനസ് 5k സൈൻ 5x പ്ലസ് 5m കോസ് 5x. ഇനി YP" കണ്ടുപിടിക്കുക, അതായത് ഇതിനൊന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുക. ഇവിടെ വീണ്ടും എക്സിൻ്റെ 2 ടേം വന്നതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. എന്താ വരിക? 5c ഇൻറ്റു എക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ e⁵ പ്ലസ് 5c ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് c e⁵ ഡെറിവേറ്റീവ് എന്താ? 5e⁵ മൈനസ് 5k ഇൻറ്റു സൈൻ 5x ഡെറിവേറ്റീവ് എന്താണ്? കോസ് 5x ഇൻറ്റു 5. ഇനിയോ കോസ് 5x ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ 5x ഇൻറ്റു എന്താണ്? ഒരു 5ഉം കൂടി വരും അല്ലേ? ഇൻറ്റു 5. പിന്നെ ഇവിടെയുള്ള 5m ഞാൻ അതേപോലെ എഴുതി. ഇനി ഞാൻ എന്താ ചെയ്തത്? നമ്മൾ 5c ഇൻറ്റു 1 എന്താണ്? 5c ഇൻറ്റു e⁵ ഇനി 5 ഇൻറ്റു 5 25 എന്ന് എഴുതി. ബാക്കി cx e⁵ ഇവിടെ എഴുതി. ഇത് 5c e⁵ ആക്കി എഴുതി. ഇവിടെ 5 ഇൻറ്റു 5 25k ഉണ്ട്. പിന്നെ കോസ് 5x എഴുതി. പിന്നെയോ ഇവിടെ 5 ഇൻറ്റു 5 25 ഉണ്ട്. പിന്നെ അവിടെ ഒരു m ഉണ്ട്. പിന്നെ സൈൻ 5x എന്ന് എഴുതി. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5c e⁵ 5 വീതമുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി ഞാൻ എത്ര എഴുതി? 10c e⁵ എഴുതി. ഇതെന്താ അതിൻ്റെ കൂടെ കൂട്ടാത്ത? ഇതിൻ്റെ കൂടെ എക്സ് ഉണ്ട്. ഒരേ സാധനമാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോയിഫിഷ്യൻസ് തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പം ഇതാണ് നമ്മളെ YP" എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, YP"
പ്ലസ് 2yp' മൈനസ് 35yp എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ എന്ത് ഇട്ട് കൊടുക്കുക? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതാ ഈ ഇക്വേഷനിൽ ഇതിന് ഓരോന്നിനും നമ്മൾ കണ്ടുപിടിച്ച സാധനം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ 2yp' അല്ല, അപ്പോൾ 2 ഇൻറ്റു ഞാനിതാ ഈ yp' എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ -35 ഇൻറ്റു ഈ yp എന്ന് എഴുതി കൊടുത്തു. ഇനി ഞാൻ ഈ 2വിനെ -35 ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്തു. 2 ഇൻറ്റു 5 ഇവിടെ ഇതാ 2 ഇൻറ്റു 5 10cx e⁵ 2 ഇൻറ്റു ഇത് വരും 2 ഇൻറ്റു 5. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്ത് എഴുതി. ഇനി നമുക്കിതിനെ ഷോർട്ടാക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഈ ce⁵x ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലേ? ഇനിയോ വേറെ എവിടെയെങ്കിലും ce⁵ ഇവിടെ x വരുന്നുണ്ട്. അതല്ല ce⁵x മാത്രം വരുന്നതാ. ce⁵x എത്ര എണ്ണം ഉണ്ട് അവിടെ? +2 ഉണ്ട് അല്ലേ? പിന്നെ അവിടെ +2 ആണ്. പിന്നെ ce⁵x എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, കാരണം ഇതിലൊക്കെ x ഉണ്ട്. നമുക്ക് ce⁵x മാത്രം. അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട്? 12 ce⁵x ഉണ്ട്. ഇനി അടുത്തത് എടുക്കാം. cx e⁵x അല്ലേ? ഇവിടെ +25 എണ്ണം ഉണ്ട്. ഇനിയോ cx e⁵x ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരു +10 എണ്ണം ഉണ്ട് അല്ലേ? പിന്നെയോ cx e⁵x ഇവിടെ ഒരു -35 ഉണ്ട് അല്ലേ? മൊത്തം ഇവിടെ എത്ര ഉണ്ട്? -35. ഇതെത്ര വരും? വേറെ ഉണ്ടോ ഇവിടെ? വേറെ ഇല്ല. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ 25 10 35 35 പോയ 0. അപ്പോൾ അത് മൊത്തം ക്യാൻസലായിപ്പോയി, 0 ആയി. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഇതാ നമുക്ക് നോക്കാം. k cos 5x എത്ര എണ്ണം ഉണ്ട് നോക്കാം. ഇവിടെ ഒരു -25 എണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു -25 എണ്ണം ഉണ്ട്. പിന്നെയോ k cos 5x അതാ k cos 5x ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരു -35 എണ്ണം ഉണ്ട്. ഇനിയുണ്ടോ k cos 5x? ഇവിടെ -25 എണ്ണം. ഇത്രേ ഉള്ളൂ. ഇനി -25 -35 എത്രയാണ് വരിക? -60 എണ്ണം അല്ലേ? അപ്പം എത്ര എണ്ണം വരുന്നുണ്ട്? -60 k cos 5x വരുന്നുണ്ട്. -60 k cos 5x. ഇനി m sin 5x നോക്കാം. ഇവിടെ എത്ര എണ്ണമാണുള്ളത്? ഒരു -25 എണ്ണം. പിന്നെയോ m sin 5x ഇവിടെ എവിടെയെങ്കിലും ഇതാ m sin 5x എത്ര എണ്ണം വരുന്നുണ്ട്? -35 എണ്ണം വരുന്നുണ്ട്. -35 എണ്ണം. വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് എത്ര എണ്ണമായി? -60. അപ്പോൾ -60 m sin 5x വരുന്നുണ്ട്. ഇനി അടുത്തത് ഏതാ നമ്മൾ ചെയ്യാത്തതാ? k sin 5x അല്ലേ? k sin 5x ഒരെണ്ണേ വരുന്നുള്ളൂ അല്ലേ? എത്ര എണ്ണമാണ്? -10. അപ്പോൾ -10k sin 5x. ഇനി നിങ്ങൾ നോക്ക്, ബാക്കി ഇവിടെ എന്തോ ഉള്ളൂ? 10m cos x ആണ്. cos 5x അല്ലേ? 10m cos 5x പ്ലസ് 10m cos 5x. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്യാൻസൽ ചെയ്ത് പോയാൽ മതി. ഒരുപോലെയുള്ള സാധനങ്ങൾ ഞാൻ ചിലതൊക്കെ 0 ആയിപ്പോയി. അപ്പം ഇങ്ങനെയും ചെയ്യാം. കോയിഫിഷ്യൻസ് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇതാണ് കിട്ടുക. അപ്പോൾ അത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് ക്വസ്റ്റ്യനിലുള്ള ഉണ്ടായിരുന്ന സാധനം ഉണ്ടല്ലോ, അത് അതുപോലെ എഴുതി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കോൺസ്റ്റൻ്റ് ആയ കെൻ്റെ എമ്മിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് എന്തൊക്കെയുള്ളത്? sin 5x ഉണ്ട്, e⁵5x ഉണ്ട്. നമ്മളത് ചെയ്യുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻസ് തമ്മിൽ എന്താ ചെയ്യുക? കമ്പയർ ചെയ്യുക. അപ്പം ഈ sin 5xൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? 37. അതേപോലെ ഇവിടെ sin 5xൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കണം. അപ്പം കുറേ sin 5x വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? sin 5xനെ പുറത്തെടുത്തിട്ട് ഒറ്റ sin 5x ആക്കിയിട്ട് എഴുതുക. ഞാനിവിടെ നോക്കുമ്പം ഈ 12c e⁵5x ഒന്നേ വരുന്നുള്ളൂ, അത് ഞാൻ എഴുതി. പിന്നെയോ ഇവിടെ ഒരു cos 5x ഉണ്ടല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് cos 5xനെ പുറത്തെടുക്കാം. ഞാൻ പ്ലസ് cos 5xന് പുറത്തെടുത്തു. ഇവിടുന്ന് പ്ലസ് cos 5x പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്തോ ഉള്ളൂ? -60k അല്ല, അതിൻ്റെ കൂടെ ബാക്കി 60k അല്ലേ ഉള്ളത്? -60k. പിന്നെ ഇതാ ഇവിടെ നിന്ന് ഒരു cos 5x പോയാൽ പിന്നെ അവിടെ +10m ആണ് ഉള്ളത്. പിന്നെയോ ഞാൻ എന്ത് ചെയ്യാണ്?
ഒരു സൈൻ 5x പുറത്തെടുക്കുന്നു. പ്ലസ് സൈൻ 5xനെയാണ് പുറത്തെടുക്കുന്നത്. ഇവിടെ നിന്ന് സൈൻ 5x പോയാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്? -60m. ഇവിടെ നിന്ന് സൈൻ 5x പോയാൽ പിന്നെ അവിടെ എന്താണ്? -10k. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം നമ്മൾ എഴുതിയല്ലോ. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എന്താണ്? 12e5x പ്ലസ് 37 സൈൻ 5x. ഇനിയാണ് നമ്മൾ കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യാം. നിങ്ങൾ നോക്ക്, ആദ്യം നമുക്ക് e5xൻ്റെ കോയിഫിഷ്യൻറ്റിനെ കമ്പയർ ചെയ്യാം. e5xൻ്റെ ടേം ഇവിടെ ഒരൊറ്റ ഒരെണ്ണല്ലേ ഉള്ളൂ. e5xൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? ഇവിടെ 12c ആണ്. ഇവിടെയുള്ള c ആണ്. ഞാൻ ഇവിടെ c ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് e5xൻ്റെ കൂടെ ഇവിടെ എന്താ ഉള്ളത്? 12c. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് e5xൻ്റെ കൂടെ എന്താണ്? 12. അപ്പോൾ 12c ഈക്വൽ ടു 12 കിട്ടിയല്ലോ. c കണ്ടുപിടിക്കാൻ ഈ 12നെ അങ്ങോട്ടേക്ക് എടുത്താൽ പോരെ, അവിടെ ഗുണിച്ചത് ഇവിടെ വരുമ്പോൾ ഹരിക്കും. അപ്പോൾ c കിട്ടി 1. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? cos 5xൻ്റെ കോയിഫിഷ്യൻറ്റിനെ കമ്പയർ ചെയ്യാം. ഇവിടെ cos 5xൻ്റെ കൂടെ ആരൊക്കെയാണ് ഉള്ളത്? -60k പ്ലസ് 10m. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് cos 5x വരുന്നുണ്ടോ? വരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ എന്തിടണം? 0 ഇടണം. ഇനി നമുക്ക് sin 5xൻ്റെ കൂടെ ഉള്ളത് കമ്പയർ ചെയ്യാം. ഇവിടെ sin 5xൻ്റെ കൂടെ എന്താ ഉള്ളത്? -60m -10k ഈക്വൽ ടു ഇവിടെ sin 5x ഉണ്ട്, കൂടെ എന്താണുള്ളത്? 37. ഇപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി ഈ 2 ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെൻ്റെയും എമ്മിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുക. ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് പോയാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ 60m ഉണ്ട് അല്ലേ? -60m. അപ്പം ഇത് തമ്മിൽ കൂട്ടുമ്പം ഇവിടെ ഈ 10m എന്നുള്ളത് 60m ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ ഇതിനെ നമ്മൾ 60m ആക്കണം. അതിന് ഈ ഇക്വേഷൻ 1നെ 6 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഞാൻ ഇക്വേഷൻ 1നെ 6 കൊണ്ട് ഗുണിക്കുക. -60 × 6 എന്താ വരിക? -360k. 10 × 6 എന്താ വരിക? 60m. 0 × 6 എന്ത് തന്നെയാണ്? 0. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ 3ഉം 2ഉം കൂടി ഒന്ന് നിങ്ങൾ കൂട്ടി നോക്ക്. 3 കൂട്ടണം 2 -360k പ്ലസ് 60m പ്ലസ് എന്താണ് ഇക്വേഷൻ 2? -60m -10k ഈക്വൽ ടു 37 പ്ലസ് 0. അതായത് എന്ത് തന്നെ വരും? 37 തന്നെ വരും. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പ്ലസ്സും മൈനസും ഇൻറ്റു ചെയ്തിട്ട് അവിടെ മൈനസ് ആകും. ഇപ്പോൾ -60m പ്ലസ് 60m ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്താ ഉള്ളത്? -360k -10k ഈക്വൽ ടു എന്ത് വരും? 37. -360 -10 എന്താണ്? -370k ഈക്വൽ ടു 337. ഇനി ഈ കേനെ കണ്ടുപിടിക്കാൻ ഇനി അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. 37 ഡിവൈഡഡ് ബൈ -370 എന്ത് വരും? -0.1. അപ്പോൾ നമുക്കിവിടെ k ഈക്വൽ ടു എന്ത് കിട്ടി? -0.1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനെന്താ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ. -60k പ്ലസ് 10m എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് കെക്ക് നിങ്ങൾ എന്ത് കൊടുക്കുക? -0.1 പ്ലസ് 10m ഈക്വൽ ടു 0. ഈ മൈനസും മൈനസും പ്ലസ് ആയിപ്പോയി. 60 × 0.1 എന്താണ്? 6 ആണ്. 6 പ്ലസ് 10m ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നമുക്ക് 10m എന്ത് വരും? -6 വരും. m എന്ത് വരും? -6 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഈസ് -0.6 എന്ന് കിട്ടും നമുക്ക്. അപ്പം നമുക്ക് സി കെ എം ഇതിൻ്റെ 3ൻ്റെ വാല്യൂ കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മളെ YPയിൽ കൊടുത്തൂടെ? അപ്പം ഇതാണ് നമ്മളെ YP. ഈ YPയിൽ KCM ഇതിന് പകരം നമുക്ക് കിട്ടിയ വാല്യൂ ഞാൻ ഇട്ട് കൊടുക്കുക. സിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് അവിടെ x⁵5x വരും. ഇതിൻ്റെ വാല്യൂ -0.1, ഇതിൻ്റെ വാല്യൂ -0.6. ഇനി y(x) എഴുതുക. YCക്കും YPക്കും പകരം ഞാൻ വാല്യൂ കൊടുത്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് -2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു e⁻x പ്ലസ് x. അപ്പം നമുക്കറിയാം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോൺ ഹോമോജീനിയസ് ആണ്.
പിന്നെ എന്തുവാണ്, ലീനിയറുമാണ്. ഇവിടെ എന്തുവാണ്, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റുമാണ്. അപ്പോൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയിഫിഷ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. എന്തായിരുന്നു അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y of x ഈക്വൽ ടു y c of x പ്ലസ് y p of x. ആദ്യം എന്ത് കണ്ടുപിടിക്കണം, y c of x. y c of x എങ്ങനെയാണ് കണ്ടുപിടിക്കുക, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ആക്കി എഴുതുക. അതായത് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ അത് ഹോമോജീനിയസ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ സോൾവ് ചെയ്യുക. y ഡബിൾ ഡാഷിന് m സ്ക്വയർ കൊടുക്കുക, y ഡാഷിന് എമ്മും വൈക്ക് 1ഉം കൊടുക്കുക. എന്നിട്ടോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് -b പ്ലസ് ഓർ മൈനസിൽ വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് 2 റൂട്ട്സ് കിട്ടും. ഇവിടെ നമുക്ക് 2 റൂട്ട് കിട്ടി. അതിനുശേഷം ചെയ്യേണ്ടത് എന്താ, കിട്ടിയ റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് റിയൽ ആണോ, ഡിഫറെൻ്റ് ആണോ, ഈക്വൽ ആണോ, കോംപ്ലക്സ് ആണോ. എനിക്കിവിടെ കിട്ടിയ 2 റൂട്ടും ഈക്വൽ റൂട്ട്സും ആണ്. അതേപോലെ തന്നെ രണ്ടും റിയൽ റൂട്ടും ആണ്. അങ്ങനെ ഈക്വലും റിയലും ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, y of x ഈക്വൽ ടു c1 പ്ലസ് c2x e raised to mx ആണ്. എമ്മിന് പകരം എന്ത് കൊടുത്തു, 1 കൊടുത്തു. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ y of x. ഇതിനെയാണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്, y c of x ആക്കി എടുക്കുന്നത്. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, yp കണ്ടുപിടിക്കണം. yp കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുക, നമ്മൾ ആദ്യം r of x നോക്കും. ഇവിടുത്തെ r of x എന്താണ്, e raised to x പ്ലസ് എക്സ്. അപ്പോൾ ഇങ്ങനെ പ്ലസ് 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും yp കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ ഇപ്പോൾ അല്ലേ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിലുണ്ടല്ലോ, ഇതിൽ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതിയേ. ഇതിപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത് നോട്ട് ചെയ്യണം. ഇപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഒക്കെ വരികയാണെങ്കിൽ ആദ്യം ഏതാണോ ഉള്ളത് അതിൻ്റെത് കണ്ടുപിടിക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പം e raised to x പ്ലസ് എക്സ് വന്നു. എന്താണ് e raised to xൻ്റെ yp എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടേബിളിൽ അല്ലേ. ഇതാ e raised to x ഈ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്. നമുക്ക് എന്താ ഇവിടെ ഉള്ളത്, e raised to x ആണ്. ഇവിടെ കേക്ക് 1, ഇവിടെ കേക്കും ആൽഫയ്ക്കും 1 ആണെങ്കിൽ e raised to x കിട്ടുമല്ലോ. അപ്പം നമ്മളേൽ k 1 ആയി പോയതുകൊണ്ടാണ് e raised to x വന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ yp എന്ന് പറയുന്നത് എന്ത് വരും, c e raised to ആൽഫ എക്സ്. ഇവിടെ ഉണ്ടല്ലോ എന്ത് വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആണെങ്കിലും ഉത്തരത്തിൻ്റെ കൂടെ c അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്താണോ നമ്മുടെ ഈ r of x e raised to x അത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ വരിക, c e raised to x വരും അല്ലേ. അപ്പോൾ നമ്മളെ ypയിൽ ആദ്യത്തേത് എന്താ, c e raised to x വരും. ഇനി നമ്മൾ എക്സിൻ്റെത് കണ്ടുപിടിക്കണ്ടേ. എക്സിൻ്റെത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താ, രണ്ടാമതൊരു k x raised to n ഉണ്ട് അല്ലേ. അതായത് നിങ്ങൾ നോക്കുക, k x raised to n-നകത്ത് n-ന് 1ഉം k-ക്ക് 1ഉം ആണെങ്കിൽ ഇവിടെ എന്താ വരിക, എക്സ് അല്ലേ വരിക. ഇത് രണ്ടും 1 ആയിപ്പോയാൽ എന്താ വരിക, എക്സ്. അപ്പം ഇതിനകത്ത് n-നും k-ക്കും 1 ആയി പോയതുകൊണ്ടാണ് നമ്മളേൽ എക്സ് വന്നത്. അപ്പം നമ്മൾ ഫോർമാറ്റ് ചെയ്താണ് ഇതാണ്. ഇവിടെ നമ്മളേൽ ഇപ്പം ഇതെങ്ങനെ എഴുതുക, ഇതിൻ്റെ yp എക്സിൻ്റെ മുകളിൽ n ആണെങ്കിൽ നിങ്ങൾ n വരെ എഴുതണം. എക്സിൻ്റെ മുകളിൽ 2 ആണെങ്കിലോ 2 വരെ എഴുതണം. നമുക്കിവിടെ എക്സിൻ്റെ മുകളിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ, ഇവിടെ ദാ എക്സിൻ്റെ മുകളിൽ ഒന്നും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ മുകളിൽ എന്താണെന്നാണ്, 1 ആണെന്നാണ്. അപ്പോൾ നിങ്ങൾ എവിടം വരെ എഴുതണം, 1 വരെ എഴുതണം. k0 പ്ലസ് k1 x വരെ yp വരും. അപ്പം പ്ലസ് k0 പ്ലസ് k1 x എന്ന് വരും. അപ്പം ഇതാണ് നമ്മളെ yp. അപ്പോൾ yp കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ yc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, c1 പ്ലസ് c2x ഇൻറ്റു e raised to x. ഞാൻ ഈ e raised to x ഒന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി എനിക്ക് എന്ത് കിട്ടും, c1 e raised to x പ്ലസ് c2x e raised to x എന്ന് വരും ഇല്ലേ. ഇതാണിപ്പോൾ എനിക്ക് കിട്ടിയ yc. ഇനി ചോദ്യത്തിൽ e raised to x എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടോ, ഉണ്ട്. ഇവിടെ e raised to x. അപ്പം ചോദ്യത്തിലുള്ള ഒരു ടേം നമ്മുടെ ycയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ ypനോട് എന്ത് ഇൻറ്റു ചെയ്യണം, x ഇൻറ്റു ചെയ്യണം. എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നത്, e raised to x ഇവിടെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പം ypയിൽ ഇതാ നമ്മൾ കണ്ടുപിടിച്ച e raised to xൻ്റെ yp ഉണ്ടല്ലോ, അതിനോടൊപ്പം 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് എന്താ ഇൻറ്റു ചെയ്യേണ്ടത്, എക്സ് സ്ക്വയർ ഇൻറ്റു ചെയ്യണം. പ്ലസ് k0 പ്ലസ് k1 x എന്ന് വരും. അപ്പം ഇവിടെ 2 തവണ e raised to x റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഞാൻ എക്സ് സ്ക്വയർ ഇൻറ്റു ചെയ്തത് എന്ന് കരുതി മൊത്തത്തിൽ ഇൻറ്റു ചെയ്യരുത്. ഇത് എക്സിൻ്റെതാണ്, ഇതാണ് e raised to xൻ്റെ yp. അപ്പോൾ ഇതിനോടാണ് എക്സ് സ്ക്വയർ നിങ്ങൾ ഇൻറ്റു ചെയ്യേണ്ടത്. കേൾക്കുന്നുണ്ടല്ലോ, കാരണം റിപ്പീറ്റ് ചെയ്ത് വന്ന ടേം ഏതാണ്, e raised to x ആണ്. ഇനി നമുക്ക് ഇതാ ഈ സിൻ്റെ വാല്യൂ, k0ൻ്റെ വാല്യൂ, k1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം yp കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട എന്താ, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ട് yക്ക് പകരം yp ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലുള്ള ഓരോ ടേമും കണ്ടുപിടിക്കുക. yp നമുക്കറിയാം, yp ഡാഷും yp ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക. ypനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ yp ഡാഷ് കിട്ടും. ഇവിടെ എക്സിൻ്റെ 2 ടേം വരുന്നത് കൊണ്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. ഇനി പ്രോഡക്റ്റ് റൂൾ ഒന്നും പറയില്ല.
ഇവിടെ കെ നോട്ടിൻ്റെ കൂടെ എക്സ് ഉണ്ടോ ഇല്ല, നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് എക്സിനെയാണ്. അപ്പോൾ അത് എന്തായിപ്പോയി 0 ആയിപ്പോയി. k1 ഇൻറ്റു എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ഇൻറ്റു k1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ പി ഡാഷ് എന്ത് വരും 2x c e⁻x പ്ലസ് എക്സ് സ്ക്വയർ c e⁻x പ്ലസ് k1 എന്ന് വരും. ഇനി വൈ പി ഡബിൾ ഡാഷ് എന്ത് ചെയ്യാം, ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇവിടെ എക്സിൻ്റെ 2 ടേം വന്നതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ എക്സിൻ്റെ 2 ടേം വന്നിട്ടുണ്ടല്ലോ, വീണ്ടും ഇതിലും എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. എക്സ് സ്ക്വയർ c e⁻x പ്ലസ് 2x c e⁻x. ഇവിടെ എക്സ് ഉണ്ടോ ഇല്ല, അപ്പോൾ അതെന്താണ് 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും. ഇതിനി ഇക്വേഷനിൽ കൊടുത്തൂടെ. അപ്പോൾ ഞാൻ എന്താ നമ്മളെ ഈ മേലെയുള്ള ഇക്വേഷന് വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും ഒക്കെ ഞാൻ കൊടുത്തു. എങ്ങനെയാണ് കൊടുക്കുക, ഇത് വൈ പി ഡബിൾ ഡാഷ് ആണ്. -2 ഇൻറ്റു വൈ പി ഡാഷ്, -2 ഇൻറ്റു ഇവിടെ വൈ പി ഡാഷ് കൊടുത്തു പ്ലസ് വൈ പി, ഇതാണ് പ്ലസ് വൈ പി ഈക്വൽ ടു എന്നുള്ളത് ഇപ്പോൾ എഴുതണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ 2x c e⁻x ഇവിടെ 2x c e⁻x ഉണ്ട്, രണ്ടും കൂടി കൂട്ടി 4x c e⁻x എന്ന് എഴുതി. പിന്നെയുള്ള 2c e⁻x ഇവിടെയുള്ള എക്സ് സ്ക്വയർ c e⁻x. ഞാൻ ഈ -2 ഉള്ളിലോട്ട് എടുത്തു. -2 ഇൻറ്റു 2 എന്താണ് -4, ബാക്കിയുള്ള എക്സ് c e⁻x. -2 ഇൻറ്റു ഇതെന്ത് വരും -2 എക്സ് സ്ക്വയർ c e⁻x വരും. -2 ഇൻറ്റു ഈ k1 എന്താ വരിക, ഇതാ -2k1. ഇനിയോ ബാക്കി ഇവിടെയുള്ള സാധനം എന്താണ്, ഞാൻ അതേപോലെ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഇവിടെ എക്സ് c e⁻x എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട് അല്ലേ. വേറെ എവിടെയെങ്കിലും എക്സ് c ഇതാ എക്സ് c e⁻x ഇവിടെ എത്ര എണ്ണം ഉണ്ട്, -4 എണ്ണം ഉണ്ട്, -4 എണ്ണം ഉണ്ട്. ഇനിയോ എക്സ് c e⁻x ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല, അപ്പോൾ അത് ഫുൾ എന്തായിപ്പോയി 0 ആയിപ്പോയി. അപ്പോൾ ആ ടേം രണ്ടും എഴുതണ്ട. അടുത്തത് c e⁻x ഇവിടെ എത്ര എണ്ണം ഉള്ളത്, +2 എണ്ണം. ഇനിയോ c e⁻x എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇല്ല, അപ്പോൾ ഇത് ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്, ആകെ 2 c e⁻x മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എക്സ് സ്ക്വയർ c e⁻x ഇവിടെ എത്ര എണ്ണം ഉള്ളത്, എക്സ് സ്ക്വയർ c e⁻x 1. ഇനി അടുത്തത് ഇതാ എക്സ് സ്ക്വയർ c e⁻x ഇവിടെ എത്ര എണ്ണം ഉള്ളത്, -2. ഇനിയോ ഇതാ എക്സ് സ്ക്വയർ c e⁻x ഇവിടെ എത്ര എണ്ണം ഉള്ളത്, അതും 1. ഇനി ഉണ്ടോ ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ +1ഉം ഈ +1ഉം കൂട്ടിയ 2 2 - 2 എന്താണ് 0. അപ്പോൾ അതും എന്തായിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ ബാക്കി ആരോ ഉള്ളൂ, ഇതെല്ലാം നമ്മൾ എഴുതി, ഇതെല്ലാം നമ്മൾ നോക്കി. ഇനി ബാക്കിയുള്ളത് എഴുതി കൊടുക്കുക. -2k1 പ്ലസ് k0 പ്ലസ് ഇവിടെ എന്താണ് k1x. ബാക്കിയെല്ലാം എന്തായിപ്പോയി, ക്യാൻസൽ ചെയ്ത് പോയി. ഈക്വൽ ടു, ഇനി ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഇവിടെ എന്താ ഉള്ളത്, ഇതാ e⁻x പ്ലസ് എക്സ് കൊടുക്കുക. ഇനി നമ്മൾ കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യല്ലേ ചെയ്യുക. ആദ്യം നമുക്ക് e⁻x കൂടെ ഉള്ളത് കമ്പയർ ചെയ്യാം അല്ലേ. ഇവിടെ e⁻x ടേം വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ e⁻x കൂടെ എന്താ ഉള്ളത്, 2c. ഇവിടെ ഇനി ഒന്നുമില്ലല്ലോ, ഇല്ല. അപ്പുറത്ത് e⁻x കൂടെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല, അതിൻ്റെ അർത്ഥം അത് എന്താണ് 1 ആണ്. അപ്പോൾ c = നമുക്ക് എന്ത് കിട്ടി, 1/2 കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് വരുന്ന ടേം ഉണ്ട്, എക്സ് വരുന്ന ടേം ഉണ്ട് അല്ലേ. ഇവിടെ എക്സ് വരുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇതാ ഇത് മാത്രമല്ലേ ഉള്ളൂ. എക്സിൻ്റെ കൂടെ ഇവിടെ ആരാ ഉള്ളത്, k1. ഇവിടെ എക്സിൻ്റെ കൂടെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല, അതിൻ്റെ അർത്ഥം എക്സിൻ്റെ കൂടെ ആരാ ഉള്ളത്, 1 ആണ്. അപ്പോൾ k1 നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. ഇനി എക്സും എക്സ് സ്ക്വയറും എക്സിൻ്റെ യാതൊരു ടേമും വരാത്തതാണ് ഈ -2k1 k0. അത് ഫുൾ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. -2k1 പ്ലസ് k0. ഒരു എക്സിൻ്റെ ഒരു ഇത് ഇവിടെ e⁻x ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, എക്സ് സ്ക്വയർ അങ്ങനത്തെ ഒന്നും എക്സേ വരാത്ത ഈ ടേമാണ് -2n പ്ലസ് k0. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. അതേപോലെ ഇവിടെ എക്സുകൾ വരാത്ത ഏതെങ്കിലും ടേം ഉണ്ടോ, 1 2 3 ഇതൊക്കെ എക്സ് വരാത്ത ടേംസ് അവിടെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല. ഉള്ളതിൽ രണ്ടിലും എന്തുണ്ട്, എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് വരാത്ത ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എന്തിട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. k1 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1 ആണ്. അപ്പോൾ എന്ത് വരും, -2 പ്ലസ് k0 എന്താണ് 0. -2ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും, +2 ആകും. അപ്പോൾ k0 എന്ത് കിട്ടി, 2 കിട്ടി. അപ്പോൾ അതാ ഞാൻ ഈ വൈ പിയിൽ സിക്ക് പകരം 1/2 കെക്ക് പകരം 1ഉം k0ന് പകരം 2ഉം k1ന് പകരം ഞാൻ 1ഉം കൊടുത്തപ്പോൾ എനിക്ക് വൈ പി ഇത് കിട്ടി. ഇനി സൊല്യൂഷൻ എഴുതാം. yc(x) + yp(x) ഞാൻ അതിന് പകരം കിട്ടിയത് ഇട്ട് കൊടുത്തു.